ഗെറ്റ് വൺ കോൾ. അടുത്തത് ഗെറ്റ് വൺ കോൾ ആണ്. ഒരു കോൾ റിസീവ് ചെയ്യുക. ഹൗ ടു ഡു ജോബ് സെർച്ച്. ഈ ഒരു സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് വരും. ഹൗ ടു ഫൈൻഡ് ജോബ്സ് ഓൺ ലിങ്ക്ഡിൻ. സ്ക്രോൾ ചെയ്തു അടുത്ത രണ്ടാമത്തെ വീഡിയോ കിട്ടി ജോബ് സെർച്ച് ഓൺ ലിങ്ക്ഡിൻ. ദി വൺ ടിപ്പ് യു നീഡ് ടു നോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി. ഈ രണ്ട് വീഡിയോ കണ്ടാൽ ഏകദേശം എനിക്ക് ജോബ് സെർച്ചിനുള്ള ഏകദേശം ഐഡിയാസ് ഒക്കെ കിട്ടും, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഈ രണ്ട് വീഡിയോ മാത്രം വാച്ച് ചെയ്താൽ ആദ്യത്തെ ടാസ്ക് ഫിനിഷ് ചെയ്തു. ഈ രണ്ട് വീഡിയോ ഫിനിഷ് ചെയ്താൽ തന്നെ അടുത്ത രണ്ട് ടാസ്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോന്റെ ചാപ്റ്ററിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. മെത്തേഡ് 1 ആയിട്ട് ഈസി അപ്ലൈ ആണ്. മെത്തേഡ് 2 കണക്ട് വിത്ത് എംപ്ലോയീസ് ആണ്. അങ്ങനെ പോയിട്ട് മെത്തേഡ് 3 എക്സ്പ്ലോർ ദി കമ്പനി വെബ്സൈറ്റ്. മെത്തേഡ് 4 റീച്ച് ഔട്ട് ടു ടാലന്റ് അക്വസിഷൻ, HR-നെ റീച്ച് ചെയ്യുക. അങ്ങനത്തെ കുറെ മെത്തേഡുകൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളിലേക്ക് ഡീപ് ഡൈവ് ചെയ്താൽ തന്നെ ഏകദേശം അടുത്തൊരു ടാസ്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഒരു ക്ലിയർ ഐഡിയ കിട്ടിയാൽ രണ്ടാമത്തെ ടാസ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻസ്റ്റാൾ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ ടാസ്ക് ചെയ്തിട്ട് നേരെ ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അടുത്ത ടാസ്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാം. രജിസ്റ്റർ ലിങ്ക്ഡിൻ. ഇതെല്ലാം ഡൂവബിൾ ടാസ്ക് ആണ്. ലിങ്ക്ഡിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയാം, എത്ര ടൈം എടുക്കുന്നു എനിക്കറിയാം. അടുത്തതും ഡൂവബിൾ ടാസ്ക് ആണ്. രജിസ്റ്റർ ലിങ്ക്ഡിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്കറിയാം, എത്ര ടൈം ഏകദേശം എടുക്കുന്നു എനിക്കറിയാം. അത് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു ആക്ച്വൽ പ്രൊഫൈൽ നമ്മൾ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം അടുത്ത ടാസ്കിലേക്ക് പോവാം. അടുത്ത ടാസ്ക് എങ്ങനെ ചെയ്യാന്ന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒരു അടുത്ത ടാസ്ക് ഡിഫൈൻ ചെയ്യുന്നത് വാച്ച് യൂട്യൂബ് വീഡിയോസ് ടു നോ ഹൗ ടു സെർച്ച് ജോബ്സ് യൂസിങ് ലിങ്ക്ഡിൻ. അപ്പോൾ ഈ ഒരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ലിങ്ക്ഡിനിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നേരെ ലിങ്ക്ഡിനിൽ പോവാം. ലിങ്ക്ഡിൻ ഓപ്പൺ ആക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ അടുത്തൊരു കുറേ ഐഡിയാസ് കിട്ടി. സെർച്ച് വിത്ത് മൈ റിക്വയർഡ് ജോബ് ടൈറ്റിൽ. ജോബ് ടൈറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. സെർച്ചിൽ പോവാ. ലാബ് ഡെവലപ്പർ സെർച്ച് ചെയ്തു. അതിനുശേഷം ഇതാ ഒരുപാട് ജോബ്സ് ഉണ്ട്, പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ പീപ്പിളിൽ പോയാൽ പീപ്പിൾസ് കാണാം. അപ്പോൾ ഞാൻ അടുത്ത ടാസ്ക് ഇതാണ്, അപ്ലൈ ഫോർ 10 ജോബ്സ് ഇൻ ബാംഗ്ലൂരു. അടുത്ത ടാസ്ക് ഇതാണ്, കണക്ട് വിത്ത് 10 പീപ്പിൾ വർക്കിംഗ് ആസ് ലാബ് ഡെവലപ്പർ. അതിനുശേഷം അടുത്ത ടാസ്ക് ഇതാണ്, ഗെറ്റ് 1 റെഫറൽ. ഓക്കെ, ലിങ്ക്ഡിനിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോബ് പ്രൊഫൈൽ വർക്ക് ചെയ്യുന്ന ഒരു 10-20 ആൾക്കാരെ കണക്ട് ചെയ്താലാണ് ഒരാളെങ്കിലും കണക്ഷൻ സ്വീകരിക്കുക. അങ്ങനെ ഒരു 10-30 ആൾക്കാരെ കണക്ട് ചെയ്താൽ 2 ആളെ സ്വീകരിച്ചാൽ അങ്ങനെ ഒരു 10 കണക്ഷൻസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് നമുക്ക് റെഫറൻസ് ചോദിക്കാൻ പറ്റുള്ളൂ. റെഫറൻസ് ചോദിച്ചാൽ തന്നെ ഒരു 10-30 ആൾക്കാരോട് ചോദിച്ചാൽ 1-2 റെഫറൻസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു റെഫറെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന് ശേഷം അടുത്തത്